ഈ ഭാഷാപ്രയോഗത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. 3 വർഷം മുമ്പ് കെ സുധാകരൻ മുഖ്യമന്ത്രിയെ തന്നെ വിളിക്കുന്ന ഒരു പ്രയോഗം കണ്ടുന്നുണ്ട്. ഏതായാലും സുധാകരൻ ഇപ്പോൾ ഒന്നും വിളിച്ചിട്ടില്ല. അല്ല, വിളിച്ചിട്ടുണ്ട്. അന്ന് അവലപിച്ചതായിട്ടൊന്നും ഞാൻ തന്നെ കോഴിക്കോട് വെച്ചാണ് അന്ന് ഞാൻ പറഞ്ഞത്. ശരി, താനും ഉണ്ടായിരുന്നല്ലോ അന്ന് കോഴിക്കോട് മറ്റേ എന്താണ് നമ്മുടെ ഏത് ഹോട്ടൽ, മറ്റേ ഹോട്ടൽ മലബാർ പാലസ് വെച്ച് എന്തായാലും ഉണ്ടായിരുന്നു. മലബാർ പാലസ് വെച്ച് ഞാനതിനെ ശക്തമായി എതിർത്തതാണ്. അത് നിങ്ങൾ വിലയിരുത്തണം. കഴിഞ്ഞ തവണ ഉണ്ടായ അതേ രാഷ്ട്രീയമായ കൂട്ടുകച്ചവടത്തിന് വേദി ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അത് തന്നെ, അതാണ് നടക്കുന്നത്. ഏതാ അത് നമ്മൾ വിലയിരുത്തിയിട്ട് പറയാം. SDP അല്ലടോ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിർത്തി, അതിന്റെ മോമിഷൻ തള്ളിപ്പോയി. എവിടെ? മഞ്ചേശ്വരം. മഞ്ചേശ്വരത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ പോപ്പുലർ ആയിട്ടൊരു ലീഡറാണ്. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. അല്ല, പരാജയം ഞങ്ങള് ഇവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ്. ഞങ്ങൾ ഇത്തവണ ജയിക്കാനുള്ള കാര്യത്തിൽ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. ഇല്ല, ആ ഡീലിനെ കവച്ചു വെക്കത്തക്ക രാഷ്ട്രീയ പക്വത ജനാധിപത്യ കേരളം അത് തെളിയിക്കും. അല്ല, അതൊക്കെ പുതുമയുള്ള കാര്യമല്ലോ. കഴിഞ്ഞ തവണയും ചെയ്തതല്ലേ, അതൊക്കെ അങ്ങനെ ചെയ്യും. അല്ല, ഞാനത് രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി നടത്തിയൊരു പരിപാടിയല്ല. ഈ ഡ്രഗിൽ മയക്കുമരുന്നിനെതിരായിട്ടുള്ളൊരു പരിപാടി അത് രാഷ്ട്രീയമില്ലായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ യുവാക്കളെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു നടപടിക്കെതിരായിട്ടാണ് ഞാൻ ആ പരിപാടി നടത്തിയത്. വലിയ സ്വീകാര്യതയായി. അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പങ്കെടുത്തു. അതിൽ മറ്റു പാർട്ടിക്കാരും പങ്കെടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനെ അഭിനന്ദിച്ചു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയം കണ്ടില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പരിപാടി എന്ന നിലയിലാണ് മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടി ഞാൻ നടത്തിയത്. അതെ, അതെ. അദ്ദേഹത്തിന്റെ പ്രശ്നം കൃത്യമായി താങ്കൾ കേട്ടു. അദ്ദേഹത്തെ പാർട്ടിക്ക് വിധേയപ്പെടുന്നതിൽ താങ്കൾക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ റോൾ കൂടി താങ്കൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എല്ലാവരും ഇടപെടണ്ടേ? അങ്ങനെ ഇടപെട്ടൊന്നും കരുതിയാൽ മതി. വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇതുവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അല്ല, അതിന് ഭൂമി വാങ്ങിച്ചു, നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കുകയാണ്. നേരത്തെ ഒരുപാട് തീയതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇല്ല, സ്ഥലം വാങ്ങിച്ച് രാഹുൽ ഗാന്ധി വന്ന് കല്ലിട്ടല്ലോ. ഞാൻ നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതെ, അതിൻ്റെ ചില നടപടിക്രമങ്ങളില്ലേ, പ്ലാൻ അംഗീകരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമപരമായ കാര്യങ്ങളേ ഉള്ളൂ. അത് ഉടനെ ചെയ്യും. 100 സീറ്റ് ജയിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്.